നമസ്കാരം സർ. KSRTC കൺട്രോൾ റൂമിൽ നിന്ന് വിളിക്കുവാണേ. സാർ ഒരു കംപ്ലൈന്റ് വിജിലൻസ് ഓഫീസറിന് സാറ് കൊടുത്തു എന്ന് പറഞ്ഞു. പെർമിറ്റില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണം സാറേ. പറഞ്ഞുതരാലോ. ഹലോ, നമസ്കാരം. ഹലോ, KSRTC ഇന്റേണൽ വിജിലൻസ് അല്ലേ? അതെ സാറേ. ഹലോ, എന്റെ പേര് ബോസ്കോ കളമശ്ശേരി. പറയൂ സാർ. സാറേ, ഞാൻ ഇന്നേ കോട്ടയത്ത് നിന്നും എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് തലയോലപ്പറമ്പിൽ വെച്ച് KL 15 7290 ബസ് RAC 140 VKM എന്ന് എഴുതിയിട്ടുള്ള ഒരു വണ്ടി. ഈ വണ്ടിക്ക് ഫിറ്റ്നസ് തീർന്നു കിടക്കുവാണല്ലോ. ഫിറ്റ്നസ് തീർന്നു കിടക്കണോ? നോക്കാം സാറേ, നോക്കാം. അല്ല, പരാതി പറഞ്ഞു തീർന്നില്ല. ഇത് മാത്രമല്ല, ഈ വണ്ടി ഡിപ്പോയ്ക്ക് അകത്ത് കിടന്നു ഓടുന്ന വണ്ടിയാ, മറ്റേ വർക്ക്ഷോപ്പിൽ കിടന്നു ഓടുന്ന വണ്ടിയാണ്. ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ ഡേറ്റ് 19 ഡിസംബർ 2008. 15 വർഷം കഴിഞ്ഞ സർക്കാർ വാഹനം ഓടാൻ പാടില്ല എന്നല്ലേ ചട്ടം? സർക്കാരിന് അംഗീകാരം ഇല്ലാതെ കിട്ടില്ലല്ലോ സാറേ. അപ്പൊ ഈ വണ്ടിയുടെ ഫിറ്റ്നസ് വാലിഡ് അപ് ടു 28 ഡിസംബർ 2024 തീർന്നു. ഇൻഷുറൻസ് ഇല്ല. ഇൻഷുറൻസ് 2020 തൊട്ട് എടുത്തിട്ടില്ല. പെർമിറ്റ് വാലിഡ് അപ് ടു 17 ജനുവരി 2019 തീർന്നു. വെഹിക്കിൾ സ്റ്റാറ്റസ് RC ക്യാൻസൽ. അപ്പൊ ഈ വണ്ടി എങ്ങനെ ഡിപ്പോയിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത്? അല്ല, നോക്കിയാ പോരെ. ഞാനിത് ചോദിച്ചാൽ എനിക്കറിയണം. കാരണം ഇതിനകത്തുള്ള ഇഷ്യൂ ഈ വണ്ടി ആരെ തട്ടിയാലും കാശ് അരകയിന്ന് പോകും. ആയിക്കോട്ടെ സാറേ. ഇപ്പൊ സാറിപ്പോ പറഞ്ഞ പോലെ നമുക്ക് ഞങ്ങൾ അതിന്റെ സെക്ഷനോട്ടിൽ ബന്ധപ്പെട്ട് ഞങ്ങൾ ഞാൻ ഇതിന് മുൻപ് ഇതിന്റെ സ്റ്റേഷൻ മാസ്റ്റർ ഞാൻ വിളിച്ചു. വൈക്കം സ്റ്റേഷൻ മാസ്റ്ററായിട്ട് ഞാൻ സംസാരിച്ചു. സാർ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ചു കഴിഞ്ഞപ്പോ സ്റ്റേഷൻ മാസ്റ്റർക്ക് അറിയില്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല. പിന്നെ ആർക്കാണ് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് എനിക്ക് അറിയണം. നോക്കട്ടെ സാറേ. ഞാൻ എന്റെ കൂടി നികുതി പണം അടച്ച കാശിൽ നിന്നും 2000-3000 കോടി KSRTCക്ക് വരുമ്പോൾ എനിക്കറിയാൻ ബാധ്യതയുണ്ട്. അത് പറഞ്ഞു തരാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിനെ വിളിച്ചത്. ഇപ്പൊ എനിക്ക് അതിന്റെ വ്യക്തത എനിക്ക് അറിയില്ല. സാർ ഇപ്പൊ വിളിച്ചത് നമുക്ക് അത് പരിശോധിച്ചാലേ അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്റേണൽ വിജിലൻസിലേക്ക് തന്നെയല്ലേ ഞാൻ വിളിച്ചത്. അതിപ്പോ നമുക്ക് 150 കണക്കിന് വരാതി വണ്ടി ഉള്ളല്ലേ സാറേ? അപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുമോ സാർ? അത് പരിശോധിച്ച് നോക്കട്ടെ. ഞാനിപ്പോ ഇത് കൈകാര്യം ചെയ്യുന്ന വിജിലൻസിലേക്ക് ഞങ്ങൾ ഇത് ഫോർവേഡ് ചെയ്യും. സാറിന്റെ ഫോൺ നമ്പർ. വണ്ടി ആർക്ക് ക്യാൻസൽ ചെയ്ത വണ്ടികൾ ഓടാൻ പറ്റത്തില്ല എന്ന് നിയമം സാറിനും അറിയാം, എനിക്കും അറിയാം. അത് നോക്കട്ടെ സാറേ. വണ്ടി ഡ്രൈവർ വണ്ടി എടുക്കുമ്പോ ഈ സാധനങ്ങളെല്ലാം വേണമെന്നും ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ ഇതിനകത്തുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഇതേപോലെ വണ്ടികൾ പുറത്തേക്ക് ഇറക്കി വിടാൻ പറ്റുന്നത്? സ്റ്റേഷൻ മാസ്റ്ററുടെ പേരിൽ കേസ് കൊടുക്കണം. എനിക്ക് അധികം കുറഞ്ഞ ആവശ്യങ്ങളൊന്നുമില്ല. സാർ ഇതിന് വീഴ്ച വരുത്താൻ പറ്റത്തില്ല. ശരി സാറേ. ഞാനിപ്പോ തന്നെ സാറിന് എനിക്ക് ഇതിന്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞങ്ങളിത് ചെയ്ത് കൈകാര്യം ചെയ്യുന്ന കൺട്രോൾ റൂമിലേക്ക് സാറിന്റെ ഫോൺ നമ്പർ ഞങ്ങൾ ഇപ്പൊ തന്നെ കൊടുക്കും. സാറിന് അവർ വിളിക്കുമ്പോൾ സാർ അത് അവർ ഫോളോ അപ്പ് ചെയ്യും. എന്താണെന്നുള്ള ഫോളോ. എനിക്ക് ഇതിന്റെ വിവരങ്ങൾ അറിയണം. ഈ ഇതേപോലെയുള്ള വണ്ടികൾ റോട്ടിലിറന്ന് ഓടാൻ പറ്റത്തില്ല. ശരി സാറേ. ഓക്കെ, ഞങ്ങളിപ്പോ തന്നെ ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ശരി. നമസ്കാരം സർ. KSRTC കൺട്രോൾ റൂമിൽ നിന്ന് വിളിക്കുവാണേ. സാർ ഒരു കംപ്ലൈന്റ് വിജിലൻസ് ഓഫീസറിന് സാറ് കൊടുത്തു എന്ന് പറഞ്ഞു. പെർമിറ്റില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയണം സാറേ. പറഞ്ഞുതരാലോ. രജിസ്റ്ററിംഗ് അതോറിറ്റി വൈക്കം SRTO. ഹലോ. വണ്ടി നമ്പർ KL 15 7290. ഒരു സെക്കൻഡ്. KL 15 72 90. വണ്ടി രജിസ്ട്രേഷൻ ഡേറ്റ് 19 ഡിസംബർ 2008. ഫിറ്റ്നസ് വാലിഡ് അപ് ടു 28 ഡിസംബർ 2024. നമ്പർ ഡേറ്റ് ഒന്നുകൂടെ പറയൂ സാർ. 28 ഡിസംബർ 2024. ഇൻഷുറൻസ് വാലിഡ് അപ് ടു 31 ഡിസംബർ 2020. പൊല്യൂഷൻ 5 ജൂലൈ 2025 വരെയുണ്ട്. പെർമിറ്റ് വാലിഡ് അപ് ടു 17 ജനുവരി 2019 തീർന്നു. ഡേറ്റ് എങ്ങനെയാണ്? 17 ജനുവരി 2019 ഇതിന്റെ പെർമിറ്റ് തീർന്നു. ഓക്കെ. ഇത് ഏത് റൂട്ട് പോകുന്നുണ്ട് സാർ?
കോട്ടയത്തു നിന്നും വൈക്കം വഴി എറണാകുളത്തേക്ക് പോയ വണ്ടി. ഓക്കെ ഓക്കെ. വെഹിക്കിൾ സ്റ്റാറ്റസ് RC ക്യാൻസൽ. ഓക്കെ. ഈ 15 വർഷം പഴക്കമുള്ള വണ്ടി റോട്ടിൽ കൂടെ 15 വർഷം കഴിഞ്ഞാൽ സർക്കാർ വാഹനം റോഡിലൂടെ ഓടാൻ പാടില്ല എന്നല്ലേ ചട്ടം? ഇല്ല സാർ, KSRTCക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ആയിക്കോട്ടെ, ഇനി അതും പൊക്കോട്ടെ. ഈ RC ക്യാൻസലായ വാഹനം എങ്ങനെ റോഡിലൂടെ ഉറങ്ങി ഓടിയത്? എനിക്ക് തോന്നുന്നു സാർ ഇത് പരിവാഹനിൽ ചിലപ്പോൾ അപ്ഡേറ്റ് ആവാത്താവാം, അതിന്റെ ജെന്യൂറ്റി അറിയില്ല. അപ്പൊ സാറിനെ നമുക്ക് ഡീറ്റെയിൽസ് വാങ്ങി നമുക്ക് ഇതിന്റെ കൺസേൺ ഓഫീസറിന് കൊടുക്കാനാണ് വിജിലൻസ് ഓഫീസർ വിളിച്ച് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇതിനകത്ത് പരിവാഹൻ സൈറ്റിൽ ഇത് കറക്റ്റ് ആയിരിക്കുമല്ലോ? അല്ല, അത് ചിലപ്പോൾ അപ്ഡേറ്റ് ആയിരിക്കില്ല സാറേ. നമുക്കിത് ഇത്രയും ഒരാളുടെ പേരിലെ വണ്ടി ആയതുകൊണ്ട് എല്ലാം ചിലപ്പോൾ അപ്ഡേറ്റ് ആവണമെന്ന്. സാറേ ഈ വണ്ടി ഡിപ്പോയിൽ കടന്നു ഓടിയ വണ്ടിയല്ലാന്നും ഈ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ബാക്കിലുള്ള കൊളുത്ത് വെച്ചേക്കണ വണ്ടിയുടെ പുറകിൽ എന്തായാലും കൊളുത്ത് വെക്കൂല്ല, വണ്ടി മുന്നോട്ടല്ലേ കെട്ടി വലിക്കുള്ളൂ. പുറകിൽ കൊളുത്തി വെക്കണ സാധനം അത് പുറകിൽ വേറെ വണ്ടി കെട്ടി വലിക്കാണ്. അതായത് വർക്ക്ഷോപ്പിലെ വണ്ടി ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന വണ്ടിയാണെന്ന് ഏത് പൊട്ടനും മനസ്സിലാവും. ഈ വണ്ടി എടുത്തിട്ടാണോ സർവീസ് നടത്തേണ്ടത്? നോക്കാം സാറേ, അത് എന്താന്നുള്ളത് സാറേ നോക്കിയാൽ പോരാ. ഈ വണ്ടി പെർമിറ്റും ഫിറ്റ്നസും ഇല്ലാണ്ട് ഈ വണ്ടി റോഡിലൂടെ ഓടാൻ അനുവദിച്ച സ്റ്റേഷൻ മാസ്റ്ററുടെ പേരിൽ കേസ് എടുക്കണം. നമുക്ക് എന്തായാലും സാറേ ഇതിനകത്ത് വേറൊരു വീഴ്ചയും ഇല്ല. കാരണം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. സാറേ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് ആദ്യം വേണ്ട നിയമം പഠിപ്പിച്ചേക്കണ എന്തുന്നാ പഠിപ്പിച്ചേക്കണ? വാഹനം ഓടിക്കുന്ന ഡ്രൈവർ, അതായത് സ്വന്തം വാഹനം ഓടിച്ചാലും അയാൾ ഡ്രൈവർ തന്നെയാണ്. ഈ വാഹനം ഓടിക്കുന്ന ആള് ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടോ, പൊല്യൂഷൻ ഉണ്ടോ, ഇൻഷുറൻസ്, RC ബുക്ക്, ഇതിനെല്ലാം കയ്യിലുണ്ടോ എന്ന് നോക്കുകയും വേണം. അത് കൂടാണ്ട് ഇയാൾ ഓടിക്കുന്ന വണ്ടിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് വാലിഡ് ഉണ്ടോ എന്നും പരിശോധിക്കാൻ ഡ്രൈവർക്ക് ബാധ്യതയുണ്ട്. ഉണ്ടോ? ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം റോഡിലിറക്കി അപകടമുണ്ടായാൽ ആരതിന്റെ ഉത്തരവാദിത്വം വെക്കും? നോക്കാം സാറേ, ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലെന്നുള്ളത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യണമല്ലോ സാറ്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സാറ് പറയുന്നത് സാറ് പറഞ്ഞു. എന്നാലും നമുക്ക് ഇതിനുള്ള വാലിഡ് ഡേറ്റ ഉണ്ടാവുമല്ലോ. അപ്പൊ സാറിന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ടാവുമല്ലോ ഡാറ്റ? എന്റെ കയ്യിൽ ഉണ്ടാവില്ല സാറേ. ഇത് കൺസേൺ പോയി അതിന് ഉദ്യോഗസ്ഥരും ഉണ്ട്. അപ്പം വിജിലൻസ് ഓഫീസർ ഞങ്ങളവിടെ പറഞ്ഞു സാറിന്റെ പരാതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് ഇത് കൈമാറാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാറിനെ ഞാൻ വിളിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി സ്റ്റേഷൻ മാസ്റ്റർ ഞാൻ വിളിച്ചു പറഞ്ഞു ഈ വണ്ടി റോട്ടിൽ കൂടെ ഓടാൻ പറ്റത്തില്ല. ആ സ്റ്റേഷൻ മാസ്റ്റർ ഇത് പരിശോധിക്കാൻ തയ്യാറല്ല. ഞാൻ ഇതിന്റെ ഇൻഷുറൻസ് കണ്ടിട്ടില്ല, ഒരു സാധനം എനിക്ക് നോക്കേണ്ട ബാധ്യതയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെ ആർക്കാണ് ബാധ്യത? പിന്നെ എന്തിനാ സ്റ്റേഷൻ മാസ്റ്റർ? അവിടെ യൂണിറ്റ് അധികാരി വേറെ ഉണ്ട് സാർ, സ്റ്റേഷൻ മാസ്റ്റർ അല്ല. അത് അദ്ദേഹത്തിന് മുകളിൽ ഉദ്യോഗസ്ഥരുണ്ട്, അവരാണ് അത് പരിശോധിക്കേണ്ടതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് നമ്മൾ ഈ പരാതി ഇപ്പൊ കൊടുക്കുന്നത്. ഇത് ഇങ്ങനെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടേ. അപ്പൊ അതിനാണ് ഞാൻ സാറിന്റെ നിന്ന് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തത്. സാറിന്റെ പേരോട് ഒന്ന് പറഞ്ഞാല്. എന്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ്. ശരി സാർ, ശരി. കാരണം ഇത് വലിയ വീഴ്ചയാണ്, ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഇനി ഒരാളെ വണ്ടി തട്ടിയാൽ അയാൾ ഇനി കോടതിയിൽ പോയി അപ്പൊ പറയും ഇൻഷുറൻസ് ഇല്ല, ഡ്രൈവറുടെ പേരിൽ പിടിക്കാൻ പറഞ്ഞു. പോയത് കണ്ടത് ഇന്നാണോ? ഞാൻ ഇന്നാണ് കണ്ടത്. ഇന്നാണ് സർവീസ് പോയി. ഏത് റൂട്ട്? ഇത് കോട്ടയം, വൈക്കം, എറണാകുളം റൂട്ടിലേക്കാണ് സാറിന് കണ്ടത് അല്ലേ? കോട്ടയത്ത് നിന്നും തലയോലപ്പറമ്പ് എത്തുന്നതിന് മുൻപാണ് ഞാൻ കണ്ടത്. ഓക്കെ. എറണാകുളം സൈറ്റാണ് കണ്ടത്. ഇത് ഇവിടെ മാത്രമൊന്നും അല്ല, ഞാൻ കളമശ്ശേരിയിലടക്കം ഞാൻ നിൽക്കുമ്പോ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു ഹോബി ആയിട്ട് ഇപ്പൊ ഇത് മാറി. കാരണം ഞാൻ ഇതിനകത്ത് ഇൻഷുറൻസ് ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോങ് ട്രിപ്പ് പോണതിന് മാത്രം ഇൻഷുറൻസ് എന്തിനാ, സെപ്പറേറ്റ് ഇൻഷുറൻസ്? അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എല്ലാത്തിലും ഇൻഷുറൻസ് വാലിഡ് എന്നും പറഞ്ഞെഴുതിയാ പോരെ? ബാക്കിയുള്ളതിന് ഞാൻ വിവരാവശ്യം വെച്ചപ്പോ എനിക്കെന്ന മറുപടി ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണെന്നല്ലേ പറഞ്ഞത്. ഇന്റർസ്റ്റേറ്റ് പോണതിന് മാത്രം എന്തിനാ സെപ്പറേറ്റ് ഇൻഷുറൻസ്? അത് അങ്ങോട്ട് ചെന്നാൽ അവർ പിടിച്ചെടുക്കൂന്നുള്ളതുകൊണ്ടല്ലേ അല്ലേ? സെപ്പറേറ്റ് ഇൻഷുറൻസ് എടുക്കണ എന്തിനാ? ഗ്രൂപ്പ് ഇൻഷുറൻസ് എടുത്തിട്ടില്ലേ സാറേ? ഇതൊക്കെ ഞാനും വണ്ടി ഓടിക്കുന്നതാണ്, എനിക്ക് ഹെവി ലൈസൻസും ഉണ്ട്. ഞാനും ഈ പറയുന്ന
കേരളത്തിൽ മാത്രമല്ല വണ്ടി ഓടിച്ചിട്ടുള്ളത്, ഇന്റർസ്റ്റേറ്റ് അടക്കം പല സ്റ്റേറ്റുകളിലൂടെയും ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിയമം എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പറഞ്ഞ കാര്യത്തിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എപ്പോഴും പരിവാഹൻ സൈറ്റിൽ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പരിവാഹൻ സൈറ്റിൽ ഡെഡായി പോണം. ഇതെന്തായാലും ഞാൻ ഇതിനെ ആർത്തിയെ വെക്കും. ശരി സാർ, ശരി. എന്തായാലും ഞങ്ങൾ ഈ പരാതി എന്തായാലും എന്റെ ഈ പരാതി മാത്രമുള്ള എന്റെ വിഷയം, ബാക്കിയുള്ളതൊന്നും എന്റെ വിഷയമേ അല്ല. കാരണം ആ വണ്ടി എന്റെ വണ്ടി, ഞാൻ എതിരെയാണ് വന്നത്. എന്റെ വണ്ടിമേ തട്ടിയാർന്നെങ്കിൽ എനിക്ക് ആര് നഷ്ടപരിഹാരം തരും? ആര് തരും? KSRTC തരുമോ? അപ്പൊ ഞാൻ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്ത് മറ്റേ ഏത് കോടതിയിൽ, അയ്യോ കോടതിയുടെ പേര് ഞാൻ മറന്നു, ആ കോടതിയിൽ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുത്ത് അതിന് വക്കീലിന് ചെലവാക്കി, അതും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കിട്ടുമ്പോഴത്തേനും വർഷം 10-12 അങ്ങോട്ട് മാറും. ഇതല്ലേ ഇവിടെ മലയാളിയുടെ അവസ്ഥ. ഇൻഷുറൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ വാഹനം തട്ടി ഹോസ്പിറ്റൽ ചെലവ് ഉൾപ്പെടെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ആദ്യമേ കിട്ടത്തില്ലേ? ഇതൊക്കെ ചട്ടത്തിൽ ഇങ്ങനെ തന്നെയല്ലേ ഉത്തരവുകൾ പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച തമിഴ്നാട് പോയപ്പോഴേ അവിടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് അല്ലല്ലോ കാണിച്ചത്. വാഹനത്തിന് എല്ലാത്തിന്റെ വണ്ടികളുടെ ഇൻഷുറൻസ് അപ്ഡേറ്റ് ആണല്ലോ. ഇവിടെ എന്താ എങ്ങനെ? എന്തോ അത് പരിശോധിക്കാം. ഞാനിപ്പോ എന്തായാലും ഇതിപ്പോ പരാതി ഞാൻ കൺസേൺ ഉദ്യോഗസ്ഥനെ കൊടുക്കാം. അപ്പൊ സാറ് അദ്ദേഹം നിങ്ങളെ വിളിക്കുമ്പോ സാറ് കാര്യങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ആയിക്കോട്ടെ, ശരി. ശരി ശരി, ഉപകാരമുണ്ട്.